അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് ഒന്ന് പൂക്കളിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. 10 കുറ്റി ബിസിയാണ്. അപ്പോൾ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല, നമ്മളെ പോലത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊലായിലിടാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പൂവിടുന്ന ABCD എനിക്കറിയില്ല സത്യം പറയാച്ചാൽ. ഒന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു വരയ്ക്കാൻ പോലും എനിക്കറിയില്ല. അങ്ങനത്തെ ലീലെടുത്ത് ഇന്നെ വിളിച്ചപ്പോൾ ഞാൻ എല്ലാം മറന്ന് ഞാൻ പോയി ഒന്ന് ഇട്ട് നോക്കിയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സത്യം പറയാച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടാൻ പോയതും ഇട്ടതും. ഭയങ്കരമായിട്ട് നോക്കൂ ഇങ്ങനെ ഇട്ടോട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിട്ട പൂവാണിത്. ഞാൻ ആദ്യമായിട്ട് പൂവിട്ടതാണ്. എങ്ങനെയുണ്ട്, സാറാണോ? അപ്പം ഇതാണ് നമ്മുടെ പ്രേമേട്ടൻ. ഹാപ്പി ഓണം പ്രേമേട്ട. ഇതാണ് നമ്മളെ ലീലെടുത്തി. പാവം ഒന്നും വിചാരിക്കരുത്, അടുക്കള കണ്ടിട്ട് ഓണാണ്. പിന്നെ അത് മാത്രമല്ല അവരെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ലീലെടുത്തിയ ഹാപ്പി ഓണം. ഇവിടെ ഒരു പുത്രനുണ്ട്, ഉറങ്ങി നീച്ചിട്ടില്ല, അപ്പുറത്തുണ്ട്. അപ്പോൾ ഏച്ചിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. ഇവിടെ എത്തി, 2 കുട്ടിപ്പട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതാ നമ്മളെ ഏച്ചി എത്തി. യെസ്, നമ്മൾ ഇതിനാണ് പരിപാടി. എന്തോ ആവോ വീഡിയോ എടുക്കണ കണ്ടിട്ടാണ് ആരാരും വീഡിയോൻ്റെ മുന്നിൽ നിൽക്കുന്നില്ല. ഓടി കഴിച്ചില്ല എല്ലാം. അടുക്കളൻ്റെ കോലൊന്നും ആരും നോക്കണ്ട, അത് ഓണായിട്ടാണ്. കണ്ടോ, ഭർത്താവ് ഭാര്യനെ സഹായിക്കുന്നു. പാവം, അത്രയും പാവമാണ്. ഏട്ടാ ഒന്നും കൂടെ വെക്കി. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മളിങ്ങനെ ചമ്പ്രപ്പടി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ പറയില്ല, അത് തന്നെ ആയിരിക്കും. 2 കാലും മടക്കി വെച്ചിട്ടിരിക്കുക. പക്ഷെ എനിക്കങ്ങനെ ഇരിക്കാനൊന്നും കയ്യിലിട്ടോ, ഭയങ്കര റിസ്ക് ആയിരുന്നു. അങ്ങനെ തട്ടിമുട്ടി വിടുന്നുണ്ട്. സാമ്പാറും ചോറല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. അങ്ങോട്ട് മക്കളെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ബിരിയാണി നെയ്ച്ചോറിനേക്കാളും ഇഷ്ടം സാമ്പാറും ചോറാണ്. അവിടെ ഞാൻ കിടന്ന് മരിക്കും. നേരമില്ല, ബാക്കി നമുക്ക് തിന്നിട്ടാക്കാം. ഓക്കെ, തിന്നട്ടെ. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമാണ് എന്ന് വിചാരിക്കേണ്ട, അല്ല. അങ്ങനെ നമ്മൾ പഴയും പായസം പപ്പടും കൂട്ടി അടിച്ചു. ആഹാ, എന്താണ് ഉഷാർ, ഉഷാർ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോഷൂട്ട് നടത്തി. എനിക്ക് വേണ്ടപ്പെട്ടൊരു താളി തന്നത് സാരിയാണ്. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഏച്ചിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളങ്ങനെ ഇറങ്ങാണ്. ഇവിടെ എന്തോ ഒരു കാണാൻ സ്ഥലമുണ്ട്, അവിടേക്ക് പോവാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി പോവാണ്. അമ്മൻ്റെ ഒക്കെ തിരുന്ന് നടക്കുന്ന കുറവില്ലാത്ത നമ്മളവിടേക്ക് കയറുമ്പോൾ ശരിക്കും കാലൊക്കെ കഴുകിയിട്ട് കയറണം. എല്ലാവരും കാല് കഴുകിയിട്ടാണ് കയറുന്നത്. ചെരുപ്പൊക്കെ ഊരി കാലൊക്കെ കഴുകി ആ നല്ലൊരു സ്ഥലത്തേക്ക് നമ്മൾ കയറി. എത്ര എന്നാലും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഈ സംഭവം വരുന്നത് പറമ്പിൽ ബസാർ ആ ഭാഗത്തൊക്കെയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളിവിടെ പേരെഴുതണം, പേരും അഡ്രസ്സും ഫോൺ നമ്പറും. അതെന്തിനാവണാവോ എന്തോ അറിയില്ല. അപ്പോൾ നമ്മൾ കാണാൻ വന്ന ആളതാണ്, നേരെ കാണുന്ന പുള്ളിയാണ്. പുള്ളിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്തായാലും വേണ്ടില്ല, നല്ലൊരാളാണ്. നമ്മൾ പാനിപ്പൂറിയൊക്കെ തന്നു, പാനിപ്പൂറി നമ്മളിവിടെ എത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇതുവരെയുള്ളൂ. അപ്പം പുതിയ വീഡിയോയുമായി വരുന്നതാണ്. ഓക്കെ, ബൈ.